പ്രമുഖ പ്രവാസി വ്യവസായി PK അബൂബക്കർ ഹാജി അമ്മയ്ക്കൊരുമയിൽ ഇന്ന് നമ്മോടൊപ്പം. ദർശന TV-യുടെ അമ്മയ്ക്കൊരുമ്മ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടെയുള്ള സ്ഥലം? പെരിയാരം മെഡിക്കൽ കോളേജിലെ രണ്ടാമത്തെ ഷോപ്പ് വെളയാങ്കോട് എന്ന് പറയും. ഇവിടെ കുറേ കാലമായ വന്നിട്ട്? ഇല്ല, ഇപ്പോൾ 5 മാസം തികഞ്ഞ അത്ര. എങ്ങനെ ഇവിടെ എത്തിയത് എങ്ങനെയാ? ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ആദ്യം മോളെ കൂടിയായിരുന്നു, ആങ്ങളേരെ കൂടിയായിരുന്നു. ആങ്ങളേരെ ഓളം തെറ്റി എപ്പോഴും വയക്കായത് കൊണ്ട് ആ മോളെ കൂട്ടിക്കൊണ്ടുപോയി അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ. ആദ്യത്തെ തന്നെ പറയണ്ടേ, ആടെ കൊണ്ടുപോയിട്ട് 9 മാസം നിന്നതിന്. പിന്നെ ഓൻ എന്നെ കണ്ടുകൂടാ, അടിച്ചിട്ട് പുറത്ത് വീണ് 8 ദിവസം കൊലായിൽ പട്ടിണി കിടന്നു. നാട്ടുകാർ കൂട്ടി വേറെ ഒരു വീട്ടിൽ കൊണ്ടാക്കി 1.5 കൊല്ലം ആടെ നിന്നു. പിന്നെ ഞാൻ വാടക നിന്നു. ഇവിടെ എങ്ങനെ അറിഞ്ഞത്? ഈ സ്ഥലം ഇതെങ്ങനെ അറിഞ്ഞത്? അത് ഞാൻ ഹിന്ദു ആണ്. അന്ന് മുസ്ലിമിന് വന്നിട്ട് 8 കൊല്ലമായി. ഈ മോളെടുത്ത് തെറ്റിയിട്ട് 2 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ ഇതിൽ കൂടിയത്. കാരണം ഒരു വയസ്സായ ആണുങ്ങൾ വാടക കോട്ടയത്തിലുണ്ട്, കടുത്തത്തിലായിന്. ഓറെ നോക്കാനാക്കിയത് ഹിന്ദുവാണ് ഈ കോട്ടയത്തിൻ്റെ മുതലാളി. 6 മാസം ഞാൻ ഇവരെ തേക്കുകയും കുളിപ്പിക്കുകയല്ല. 1 മാസം ഹിന്ദുവായിട്ട് നോക്കി. പിന്നെ ഇവർ പള്ളിയിലേക്ക് വിവരം പറഞ്ഞാക്കിയിട്ട് ആൾ വന്ന് അവിടെ എന്നോട് പള്ളിക്കാർ കമ്മിറ്റിക്കാർ വന്ന് ചോദിച്ചു, ഇങ്ങനെ പഠിക്കാൻ പോകാൻ കഴിയുമോ? എന്നാലേ ഇവർ ധരിച്ചാൽ ഞങ്ങളെടുത്ത് തൊടുവില്ല, നിങ്ങൾ ഹിന്ദുവാണ്, ഞങ്ങൾ വെള്ളം കുടിച്ച് ഞങ്ങൾ തൊടുവിലാണ്. പിന്നെ കണ്ണാട്ടൻ എന്നോട് പറഞ്ഞോ, നിങ്ങൾ നിന്നോ, മുസ്ലിങ്ങൾ നിങ്ങളെ പൊന്നു പോലെ നോക്കും, നിങ്ങൾ ഉറ നോക്കാൻ നിൽക്കുക. ഓർ വലിയ മലയാളിയാണ് ആ നാട്ടിൽ. ആ വാക്ക് അല്ല, അതിൽ ഞാൻ അവർ പഠിക്കാൻ കൊണ്ടുപോയി മുസ്ലിങ്ങൾ തന്നെ. ഈടെ കോഴിക്കോട് സഭ അല്ല, കോഴിക്കോട് 63 ദിവസം നിന്ന് പഠിച്ച് ഈ ഉമ്മർഖാന ഇവർ ബാല്യക്കാർ വണ്ടിയിലാടെ കൊണ്ടുവന്ന് മോതിരം തന്ന് ഇത് കാജി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് അവരുടെ കൈമ കൊടുത്തോറ് എൻ്റെ മോൾ അങ്ങനെ കാക്കം മോരത്തിന് മഹർ നിറഞ്ഞ് കഴിച്ചു കൊടുത്തു. വന്നിട്ട് 6 മാസം എത്തുമ്പോൾ ആൾ മരിച്ചു, ഒറ്റ കൈ. പിന്നെ 8 കൊല്ലമായി അത് മരിച്ചിട്ട്. ഒരു 7 കൊല്ലമായി. അതുവരെ ഞാനിങ്ങനെ ജീവിച്ചു. നെയ്യിൽ വന്നില്ലേ, നാട്ടുകാർ നല്ലോണം നോക്കും. പിന്നെ വാടക കൊടുക്കാനോ പൈസക്കോ പള്ളിയിൽ പോയാലോ എല്ലാം അവർ തരും വെള്ളിയാഴ്ച ദിവസം. അത് പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിക്കാർ. പിന്നെ അവർ പറഞ്ഞു ഞങ്ങളെ പുരക്ക് ഓരോരും വരണം, എല്ലായിടത്തും വരണം. അങ്ങനെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ആടുന്ന് പള്ളി പ്രസിഡന്റ് ആജിക്കാരനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഞാൻ വിളിച്ചു പറയാം, ഇങ്ങോട്ട് പോയിക്കോ പറഞ്ഞു. ടീച്ചറെ വിളിച്ച് പറഞ്ഞേരം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ടീച്ചറെ വിളിച്ചു പറഞ്ഞു. അതിപ്പം 3 കൊല്ലം കഴിഞ്ഞു. വിളിച്ച് പറയുമ്പം ഇവിടുന്ന് പൈസലെന്ന് പറഞ്ഞിട്ട് ഒരു മോൻ ആ കോട്ടയത്തിലേക്ക് വന്നു, കൂട്ടർ കൊടുത്തിട്ട് വന്നു. അറിയാഞ്ഞിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ചോദിച്ചു, ആടുന്നൊരു നമ്മളാൾ കുട്ടികളും ആ കുട്ടി എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നോട് ചോദിച്ചു, ഞാൻ ഞങ്ങൾ അന്വേഷിച്ച് വന്നതാണ്, ടീച്ചർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല, നമുക്ക് ഒരു രോഗം ഇങ്ങനെ ബാധിക്കുന്നു, ഇപ്പോഴേ വരാനാവില്ല, ഞാൻ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരം, അത് കുറച്ചാകട്ടെ. ടീച്ചറെ വിളിച്ച് പറഞ്ഞ് ഫോൺ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ഇവനിങ്ങ് വന്നിട്ട് ഞാൻ കോഴിക്കോട് 3-4 പോക്ക് പോയി കുറേ ആശുപത്രി കിടന്നു. നടന്നു ഞാനിവിടെ വന്നു. പിന്നെ എനിക്ക് സ്ഥലം കിട്ടിയില്ലെങ്കിലോ പറയണ്ടേ. ഇവിടെ വരുമ്പോൾക്ക് ഇവിടെ കിടക്കക്കാറാന്ന് ഇപ്പോൾ ഇവിടെ ഇരുന്ന മറിയത്തുണ്ട്. ഓരോടെല്ലാം കാര്യം പറഞ്ഞ് ഓരോ ടീച്ചർ നിൽക്കുന്ന അന്ന് വലിയ വീട് ഇപ്പാന്ന് എടുത്തേന് കോട്ടയത്തിലാണ്. ആ സ്ഥലം പറഞ്ഞിട്ട് ഞാൻ ബസ്സിന് പോയിട്ട് അത് ഇറങ്ങിയിട്ട് എഴുതി പിടിച്ചു. ടീച്ചർ പറഞ്ഞു എന്തായെന്ന് വെച്ചു. ഞാൻ പള്ളി കത്തം കൊടുത്തു. പ്രസിഡന്റ് വായിച്ചാലും പറഞ്ഞു, ഞാൻ 3 പെണ്ണ എനിക്കില്ല, എൻ്റെ മോനുമായിട്ട് ദ്വാരിക്കണം കേട്ടോ, ഇന്നും ഞാൻ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വന്നത് ആയിക്കോട്ടെ, ഒരു മറക്കില്ല. ഞാൻ പറഞ്ഞ ടീച്ചറെ എനിക്ക് രോഗമാണ്, ഇത് കുറച്ച് കുറഞ്ഞിട്ടേ ഞാൻ വരും പറയാനാണ് ഞാൻ പറഞ്ഞു. ഒരു ഇച്ചിരി പുള്ളിക്കഴുത്തിലും കാതിലെല്ലാം പണയത്തിലാണ്, അതും എടുക്കട്ടെ, അതിനെല്ലാം എനിക്ക് തരുവാള്, ഇതും എടുത്ത് എൻ്റെ രക്തം കുറച്ച് കുറഞ്ഞിട്ട് വരാം, അത് നിങ്ങൾ ഇഷ്ടം പോലെ ഇത് പറഞ്ഞു. 3 കൊല്ലമായി. 5 മാസമേ ആയിട്ടില്ല. 3.5 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്നു. തൃശ്ശൂർ അമല ആശുപത്രിയിൽ പോയിട്ട് എടുത്ത ഇഞ്ചക്ഷനായത് 11 എണ്ണം.
എല്ലാം നാട്ടുകാർ അൽഹംദുലില്ലാ ഇവിടെ നല്ല ഹൈർ തന്നെ അല്ലേ? മാറിയിട്ടില്ല, അല്ല ഇവിടെ ഭക്ഷണം കാര്യമെല്ലാം നല്ല ഇതല്ലേ? സുഖമായിട്ടുണ്ട്. ആരും 6 മണിക്ക് ബിസ്ക്കറ്റും ചായ, അൽഹംദുലില്ലാ കട്ടൻ നിസ്കാരം കഴിഞ്ഞ ഉടനെ 10 മണി ആവണ്ട. അപ്പോൾ ഒരു ദിവസം പുട്ടാണെങ്കിൽ പിറ്റേന്ന് ദോശ, പിറ്റേന്ന് ഉപ്മാവ്, പിറ്റേന്ന് സ്വന്തം അങ്ങനെ വീട്ടിലാണ് നമുക്ക് ചെറുപയറ് കഞ്ഞി എല്ലാം ഏത് പോലെയും ഇഷ്ടം പോലെ ഉണ്ട്. അൽഹംദുലില്ലാ. ഉച്ചക്കത്തെ ചോറും 2 കറി, ഒരു വറവും പിന്നെ മീനാണ് ചാറ്, അത് പിന്നെ എല്ലാ പച്ചക്കറിയാണെങ്കിൽ അത്. ഞങ്ങളെ ഗൾഫുകാർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. 4 മണിക്ക് ചായ ഓരോരോ കടിയും ഉണ്ടാവും. അതും കഴിഞ്ഞാൽ രാത്രിയത്തെ ചോറ് വേണ്ടുന്നാക്ക് ചോറ്, ചപ്പാത്തി വേണ്ടുന്നാക്ക് ചപ്പാത്തി, ദോശ വേണ്ടുന്നാക്ക് ദോശ, അങ്ങനെ ഇഷ്ടം പോലെ. 4 പെണ്ണുങ്ങളാണ് പണിക്കില്ല തട, അലക്കാനും തുടക്കാനും വെപ്പിനും എല്ലാം നല്ല വൃത്തി, നല്ല ഹൈർ, നല്ല നല്ല അത്ര ഇതായിട്ടാണ് നോക്കുന്നത്. ഈടെ വന്ന 2 കാലിതാ ഞാൻ കാണണം. ഈടെ ഇതാ ഈ വണ്ണാന്ന് പറഞ്ഞു. ഞാൻ തന്നെ വന്നിനി. ഇപ്പം ഇത് മാറി കുറച്ചായാലോ ഇവിടെ വന്നു, എന്നാലും മാറിയിട്ടില്ല. ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഒറ്റക്കല്ലേ. അൽഹംദുലില്ലാ. എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ എല്ലാ നല്ല സംരക്ഷണമാണ്, ഭക്ഷണ കാര്യങ്ങൾക്കെല്ലാം നല്ല അൽഹംദുലില്ലാ നല്ല ഹൈറല്ലേ. അപ്പം നമ്മൾ എന്തായാലും അതിൽ ഇവിടെ വന്ന് എത്തിയിട്ട് ഞാൻ ഈ കളത്തിലിരുന്നേരം കയറ്റിയിട്ടില്ല. ടീച്ചർ സമ്മതം മേടിച്ച് ടീച്ചർ വിളിച്ചു പറഞ്ഞു കയറ്റുന്ന പറഞ്ഞു. ഞാൻ കയറി കുറച്ച് ഇരിക്കുമ്പോൾ ടീച്ചർ വന്നു. പറഞ്ഞുകൊണ്ട് ഇന്ന സംഗതി പറഞ്ഞാലും പറഞ്ഞു ഇതെന്താ മന്താന്നോന്ന് ചോദിച്ചു. ഇത്രയുണ്ട്, ഈ വണ്ണമുണ്ട്. ഞാൻ പറഞ്ഞു മന്ദല്ല ടീച്ചറെ, ഇവിടെ എനിക്ക് രോഗം, ഇത് സംഭരയുണ്ട്, ഈ വേദന മരുന്നും കഴിക്കുന്നുണ്ട്. ഏതായാലും കുറേല്ല. നല്ല തിങ്കളാഴ്ച ദിവസം ആശുപത്രിയിലെത്തിക്കുന്നുണ്ട്. എത്ര പൈസ ഇവർ മുടക്കുന്ന അറിയാം. ഹോസ്പിറ്റലിൽ നിങ്ങളെ പിന്നെ അവസരത്ത് അഡ്മിറ്റ് ആക്കിയിട്ട് രക്തം പരിശോധിച്ചു, ഒരു പിന്നെ കെയർ ചെയ്തു, ഒരുപാട് എല്ലാം ചെയ്യുന്നുണ്ട് ഇവർ. പൈസ ഈ രോഗത്തിന് നിറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കുന്നില്ല. ഇപ്പം ആടുന്ന മരുന്നിന് ആടെ അത്യാവശ്യം ഇവിടെ കെരുമേണ്ട ആശുപത്രി പോയാൽ പുറത്തേക്ക് ആർക്ക് വരുന്നത്. ആടുന്ന് ഇവിടെ വന്നിട്ട് ആ വിത്താടെ കൊടുത്താൽ മരുന്ന് തരും. രേഷ് തന്നില്ലെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി. എന്താ അത് കൊണ്ട് കൊടുത്തു, പൈസ അവരടച്ചു. അങ്ങനെ എല്ലാ മരുന്നും എനിക്ക് തരുന്നുണ്ട്. എനിക്ക് എത്രയോ ഭക്ഷണം വേണ്ടാത്ത കുറവ് കൊണ്ട് കളയുന്നില്ല. നല്ല ഇഷ്ടം പോലെ ഉണ്ട്. തേക്കാൻ എണ്ണ, അലക്കാനും കുളിക്കാനും സോപ്പ്, ഉടുക്കാനും ഇടാനും. കഴിഞ്ഞ പെരുന്നാളിന് തന്നെ ഒരു ഇട്ടുണ്ട് തുണി 5 നിറച്ചു. ഇത്രയില്ല ഒരു ബേഗ് തന്നിന് നിറച്ചുണ്ട് നിറച്ച് വെച്ചിട്ട് എല്ലാം തരുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് പൈസ മുടക്കുന്നുണ്ട്. അതേ എനിക്ക് സങ്കടമില്ല. ഇപ്പൊ തന്നെ ആ മറിയത്തരാ അടുത്ത് നിൽക്കുമ്പം ഇപ്പം പോകും ചില സമയം. ഒരു മോത്തോക്കിയിട്ട് പറയും എന്നാ നാറിന് പറയും. അങ്ങനെ ഇപ്പം ചില സമയമുണ്ട്. അന്നേരം ഒരു മരുന്ന് കുടിക്കാൻ വേണ്ടിക്കാൻ ഇടുന്നു, അത് കുടിച്ചാൽ നിൽക്കും. അതും അങ്ങനെ ഇവരെ കാണുകയും വേണ്ട. ഞാൻ പോയിട്ട് മരുന്ന് മേടിച്ച് ഇവിടെ വന്ന് കുടിച്ചിട്ട് അകത്തം കൊടുത്താൽ മതി. പൈസ അവരാ കൊണ്ട് കൊടുക്കുന്നത്. ആടുന്ന് വരുന്ന അങ്ങനെ തരും. ഇവർ പറഞ്ഞിട്ട് ഒരുപാട് കടപ്പാട് ഉണ്ട്. അത് ടീച്ചർക്ക് വെള്ളം കൊടുക്കും, ഒരുപാട് കൊടുക്കും. ഈ ചെയ്യുന്നതിന്റെ പ്രതിഫലം ഇവർക്ക് ഇപ്പം വേദനയില്ല. എനിക്ക് വേദനയില്ല. അത്ര വരെ ഞാൻ രാത്രി കിടന്നുറങ്ങൂല. കാല് തലമ കണ്ടിരുന്നു. എനിക്ക് ഇപ്പം നടക്കാനും ഉണ്ണാനും എന്തെങ്കിലും കുറേശ്ശെ കൈ കൊണ്ട് എടുക്കുകയും ചെയ്യും. ഇല്ല, എന്നാലും എല്ലാം ചെയ്യുന്നവരുണ്ട്. അവരെപ്പോഴും വേണം കഴിഞ്ഞാൽ എന്തെങ്കിലും പാത്രം കഴുകാനോ മീൻ മുറിക്കാനോ എന്തോ ഞാൻ കൂടി സഹായിക്കും. അങ്ങനെ വേദന കുറഞ്ഞേപ്പില്ല. അങ്ങനെ അങ്ങനെ നല്ലതായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. പൈസ ഒരുപാട് ഓരോക്കെ ചിലവാക്കുന്നുണ്ട്. അതിൻ്റെ വഴി എല്ലാം നല്ലോണം കൊടുക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങളുമായിട്ട് ഞാൻ പരിചയപ്പെട്ടതിൽ സന്തോഷിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ഇതിന് സംരക്ഷിക്കുന്ന കമ്മിറ്റിക്കാരെയും എല്ലാവർക്കും തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന കൂടുതലും സ്വീകരിക്കുക. കാരണം നമ്മൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പേരെന്താ പറഞ്ഞു? റാബിയ. ഇവിടെ കുറെ കാലമായി വന്നിട്ട്? വന്നിട്ട് 1 കൊല്ലം 2 കൊല്ലത്താനായി.
ഇവിടെ എത്താനുള്ള എൻ്റെ വീട് തെക്കി ബസാറ് AKG കോളനിയിലാണ്. ഇവിടെ എത്താൻ കാരണം എൻ്റെ ഭർത്താവ് പോരാനക്ക് വീട് എല്ലാ സൗകര്യമുള്ള വീടുണ്ട്. എൻ്റെ ഉമ്മ മരിച്ചു. ഉമ്മയും ഞാനും എൻ്റെ മാപ്പിളയാണ്. എൻ്റെ ഉമ്മ പട്ടണം ഇതേപോലെ ഉറങ്ങാൻ കിടന്നതാണ്. ഉറങ്ങുന്നിടത്താന്ന് എനിക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് AKG കൊണ്ടുപോയി വാടക എടുത്തുമ്പോൾ മരിച്ചിട്ട് 6 കൊല്ലമായി. നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായില്ല? ഇല്ല, എൻ്റെ മാപ്പിളയും എൻ്റെ ഉമ്മയും തന്നെ, പിന്നെ ആരുമില്ല. പിന്നെ എൻ്റെ മാപ്പിളയും തന്നെ അന്നേരം പിന്നെ നോക്കി ഒരു ദിവസം ഞാൻ പുറത്ത് പോയിരുന്നു വീണതാണ്. തല അടിച്ചു പോയി. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കാന്ന് ഇങ്ങനെ ആയേ. എന്നിട്ട് 5-6 മാസം ഓർമ്മ 1 കൊല്ലം പോലെ എന്നെ ഹോം നഴ്സിനെ വെച്ച് നോക്കിയതാണ്. ഇവിടെ പിന്നെ എൻ്റെ മാപ്പിള താണക്കൽ പള്ളിയിലെ പിയൂണാണ്. അങ്ങനെ പള്ളി ടീച്ചർ മുഖാന്തരം 5-ാമത്തെ ദിവസം എന്നോട് കൊണ്ടുവന്നു. എൻ്റെ മാപ്പിള പെട്ടെന്ന് ഉറക്കാണിൽ പോയതാണ്. നല്ലോണം തിന്നിട്ട് കിടന്നതാണ്. മരണപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഡിസംബർ 24-ാം തീയതി ഇവിടെ വന്ന് 5-ാമത്തെ ദിവസം മരിച്ചിട്ട് 5-ാമത്തെ ദിവസം എന്നോട് കൊണ്ടുവന്നു. പള്ളിക്കാരെല്ലാം കൂടിയിട്ട് കൊണ്ടിട്ട് പള്ളിയിലെ പിയൂണാണ്. ടീച്ചർ പള്ളിയിലെ പിയൂണാണ്. ഇവിടെ കൊണ്ടാക്കി അന്നേരം എന്നെ ചികിത്സ എടുക്കുന്ന ഇവിടുന്നാണ്. ഞാൻ ഇങ്ങനെ നടക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പോ ഇവിടെ കൊണ്ടുവന്നേരാന്ന് ഇങ്ങനെ ആയി നടന്ന് എല്ലാ ചികിത്സയും എടുക്കുന്നുണ്ട് എന്നെ. ഷുഗറും പ്രഷറും എല്ലാം അകുണ്ട്. എല്ലാ വാദത്തിനും വയറേയും ഇവിടൊക്കെ ഇതാക്കിയിട്ട് ഇപ്പൊ പിടിച്ച് നടക്കലും ചെയ്യും. ഇവിടുന്ന് ടീച്ചറെ ഇതില്ല, ടീച്ചറാന്ന് നോക്കുന്ന തന്നെ സന്തോഷിച്ച് ചെയ്യും. എല്ലാം കൊണ്ട് നല്ല തന്നെ. മക്കളില്ല. എന്റെ ഭർത്താവിന് ഇല്ലാത്തോണ്ട് ഇവിടെ കൊണ്ടാക്കി വീട് കൂട്ടിയിട്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് സുഖസുന്ദരമായിട്ട് ഒരു വിഷമവും ബുദ്ധിമുട്ടില്ലാണ്ട് പോകാന്ന് പറയുന്നുണ്ട്. കൊണ്ടാക്കി തരുമെന്ന് പറയുന്നുണ്ട്. ആളെ വെച്ചിട്ട് തന്നെ നോക്കൂന്ന് പറയുന്നു. വേറെ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ നല്ലോണം നോക്കിണ്ടാക്കൽ നമുക്കൊന്നും കൊണ്ട് ഒരു കുറവുമില്ല. ഇവിടെ അങ്ങനെ നോക്കുന്നു. സന്തോഷം തന്നെ. ഇവരോടും നമുക്ക് ഒരുപാട് കടപ്പാടുണ്ടല്ലോ. ഒരുപാട് ആൾ ഇവർ സംരക്ഷിക്കുന്നുണ്ടല്ലോ ഇതുപോലെ. കമ്മിറ്റിക്കാർ ഇങ്ങനെ ചെയ്യുന്നതിൽ തന്നെ അവരോട് നമുക്ക് ഒരുപാട് ഇവരിങ്ങനെ ഈ സ്ഥാപനം തുടങ്ങിയതുകൊണ്ടാണല്ലോ നമുക്കിത്. ഞാൻ ഇവിടെ വരുമ്പോ ഇങ്ങനെ നടക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കൂടാതെ കുറെ ആളുണ്ട് ഇവിടെ? ഇവിടെ 10-30 ആളുണ്ട്. എല്ലാവർക്കും സംരക്ഷണം. എല്ലാം രാവിലെ ചായയും ബിസ്ക്കറ്റും ഉണ്ടാവും. ഈ കത്തലെടുക്കാനുണ്ടാവും. പിന്നെ ഉച്ചക്ക് ചോറുണ്ടാവും. പിന്നെ ഒരു 12 മണിക്ക് ഓട്സ് വച്ചതുണ്ടാവും. എല്ലാം കമ്മിറ്റിക്കാർ എല്ലാം ഇവിടുന്ന് തന്നെ. കമ്മിറ്റിക്കാർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളെ സ്നേഹിച്ച് എല്ലാം കൊണ്ടുനടക്കുന്നു. ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് അവർ. കടിക്കുവാണെങ്കിൽ വൈകുന്നേരം ചായയും കടിയും ഉണ്ടാവും. ആഴ്ചക്കൊരിക്കൽ ബിരിയാണി ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ഒന്നിനും ഉണ്ട് ഒരു കുറവില്ല. നമ്മുടെ ടീച്ചർ തന്നെ ഷുഗർ പറയണോ? ഓരോ സംരക്ഷണം ഇവിടെ നല്ല ഓറും ബാലവൈകളും കൂടിയിട്ട്. അതെ, അവർക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹ് അങ്ങനെ കൊടുക്കും. ഇവിടുന്ന് കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി അവിടെ കിട്ടുമായിരിക്കും. ഈ ത്യാഗത്തിന് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക, അതല്ലേ നമുക്ക് പറ്റും. ഇതിനു വേണ്ടി സഹായിക്കുന്നവർക്കും അതെ, ഇതിനു വേണ്ടി സഹായിക്കുന്നവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ഈ പ്രായം തികഞ്ഞ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തായാലും അള്ളാഹുവിന്റെ വലുത് അള്ളാഹുകാരൻ. അപ്പം അതിനുവേണ്ടി നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക. ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നവരുണ്ടാവും. അതുപോലെ ഇത് സംരക്ഷിക്കുന്നവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടായിരിക്കും സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിലെല്ലാം അപ്പോൾ നിങ്ങളത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ. അൽഹംദുലില്ലാ, അതെല്ലാം ഹയർ തന്നെ. അപ്പോൾ ഇവർ ഇപ്പോൾ ഈ ചെയ്ത നിസ്കാരം നോമ്പെല്ലാം തന്നെയല്ല ഹയർ. ഉണ്ടല്ലേ? അൽഹംദുലില്ലാ. എന്റെ മാപ്പിള പള്ളിയിലുള്ള ആളുമല്ലേ, നിസ്കാരം കളാക്കാൻ വരെ വിടൂല എന്നെ. അത്രയും നല്ല ആളാണ്. അതിപ്പം പറഞ്ഞിട്ട് അങ്ങോട്ട് വിളി വന്നാൽ പിന്നെ നല്ലോണം തിന്നിട്ടെല്ലാം കിടന്നതാണ്. അതിലിപ്പോ ഒന്നും പറഞ്ഞില്ല. തിന്നിട്ട് രാത്രി ഹോം നഴ്സ് പറഞ്ഞ് പിന്നെ ഒക്കെ എണീച്ച് നിസ്കരിച്ചിട്ടൊന്നുമില്ലല്ലോ മോളേന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിച്ചൊക്കെ ഉറങ്ങിപ്പോയിട്ടിരിക്കുന്നു. വിളിച്ചിട്ട് അനങ്ങിയിട്ട് ഞാൻ കൂക്കി വരും കൊടുത്തരാം. ആള് കയറിയിട്ടാണ് നോക്കി അപ്പുറത്തെ റൂമിൽ. അപ്പൊക്കെ മരണപ്പെട്ടു. 8 മണിക്കൂറായി മരിച്ചെന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ഇല്ല, ഞാനിപ്പുറത്തെ റൂമിലല്ലേ കടത്തത്തിലല്ലേ. അത് ശരി. അതാണ് അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഈ തത്താണി എന്ന് പറഞ്ഞ ഈ കമ്മിറ്റി നിങ്ങളെ സംരക്ഷിച്ചതിൽ സ്വർഗ്ഗം നമ്മ തേടാനല്ലാന്ന് ശ്രദ്ധിക്കുന്നു. ഞാൻ
അന്നെ ഇത്തരത്തിലാക്കിന് ടീച്ചർ. ഇതുപോലെ നിങ്ങൾ പറയുന്ന 30 സ്ത്രീകളുണ്ട്, 30 ആളുണ്ടെന്നല്ലേ പറയുന്നത്? ആ കൊറേ കറുത്തക്കാരുണ്ട്, നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം കാര്യം നല്ല പണിക്കാർ, 4-5 പണിക്കാറുണ്ട്. കുളിപ്പിക്കലും എണ്ണയിടലും എല്ലാവരെന്നെ നല്ലോണം നോക്കും അവരെല്ലാം. എല്ലാവരും ഒരുപോലെ അലക്കി കൊണ്ടിടിയും മടക്കി തരും എല്ലാവരെന്നെ ചെയ്തു അതെല്ലാം ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അവരൊക്കെ ചെയ്യുന്നത്. നല്ലോണം ചെയ്തു തരും. ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം അവര് അത്രയും മെനക്കെട്ടിട്ട് സ്വന്തം ചെയ്തിരുന്നില്ലേ. നമ്മളെ ഉമ്മ പറ്റ ഉമ്മനെ പോലെ നോക്കുന്നില്ല. അവർക്ക് അതിന് തക്കതായ പ്രതിഫലം അല്ല കൊടുക്കും, ആ പ്രതി ഉറപ്പാണ്. ഏതാനും അനക്ക് 1.5 എണ്ണ ഇടണം. എണ്ണ ഇട്ടിട്ട് അന്നെ ചീറ്റി വിരിച്ചിട്ട് കിടത്തിയിട്ട് എണ്ണ ഇടും. ഹോസ്പിറ്റലിൽ പോക്കാണോ അല്ല ഇവിടെ ഡോക്ടർ വരുത്താം? അല്ല, ഡോക്ടർ എന്നെ കൊണ്ടുപോകും, വണ്ടി പിടിച്ചിട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ വീണ് പോയിട്ട് എന്നെ കൊണ്ടുപോയി കാണിച്ചു. എനിക്ക് കണ്ണിനും കാഴ്ചയില്ലല്ലോ, ഈ തലച്ചോറിൽ രക്തം കട്ടയിട്ട് പോയത്. എന്നിട്ട് കൊണ്ടുപോയി കാണിച്ചു തരും, പറഞ്ഞ ഓപ്പറേഷൻ വേണം. പ്രായം 44 വയസ്സായി. അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഇവിടെ എത്തിയത് തന്നെ വലിയ രക്ഷപ്പെട്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇവര് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ടല്ലോ. സ്വന്തമായിട്ടാണ് നമുക്കത് സാധിക്കില്ല. ഇത്രയും എല്ലാം അതാണ് പറഞ്ഞത്. ഇവിടെ ഇവരൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കമ്മിറ്റിക്കാരാ, ഈ കമ്മിറ്റി നിങ്ങളെ സഹകരിക്കുന്ന അവരോടാണ് നമുക്ക് സ്നേഹം വേണം. അത് വേണം. അവർക്ക് വേണ്ടി പ്രാർത്ഥന ഈ 30 പേർക്ക് സംരക്ഷിക്കണ്ടേ? നിങ്ങൾ ഈ ഒരാളെ കാര്യം പറയുമ്പോൾ തന്നെ ഈ 30 പേരുടെ കാര്യം ശ്രദ്ധിക്കണം. ഒരാൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ 30 പേർക്കും ഇതല്ലേ. അപ്പോൾ ഇതൊരു നല്ല പണിക്കാറുണ്ട്. അതുപോലെ നമുക്കൊരു നല്ല കാര്യം തന്നെ, നമ്മൾ നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്നവരെ ഇവർ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വലിയ ഹയറായ കാര്യം തന്നെയാണല്ലോ. അള്ളാഹ്ക്ക് ശുക്ർ പറയാ. ആൾക്കാരെല്ലാം ഉണ്ടായിട്ടൊക്കെ 5-ാമത്തെ ദിവസം എന്നെ എടുക്കൊണ്ടിട്ട് 5-ാമത്തെ ദിവസം എന്നെ ഒരാളെ അടുപ്പിച്ചിട്ടില്ല. എൻ്റെ പള്ളി കമ്മിറ്റിക്കാർ എന്നോട് ആക്കി. അത് ഒരു കണക്ക് നല്ലതല്ലേ. മറ്റുള്ളവരുടെ ഈ വിഷമം ഇത് ഇത്രയും സുഖസുന്ദരമായിട്ട് മറ്റല്ല ഞാൻ അവിടെ നിന്ന് വീട്ടിലാണെങ്കിൽ ഇത്ര സൗകര്യങ്ങളും സുഖമൊന്നും കിട്ടൂലല്ലോ. ഇതൊരു കണക്കിന് അള്ളാഹ്ക്ക് നമുക്ക് ശുക്ർ ചെയ്യാനല്ലേ പറ്റും. ഒരു ത്യാഗമില്ലാതെ ഇവിടെ വന്ന് 5 ദിവസം കൊണ്ട് ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ അത് നല്ലൊരു കാര്യമല്ലേ. അവിടെ നിന്നാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആളുണ്ടാവും. ഒരു ദിവസം കൊണ്ടുപോയി പിറ്റേ ദിവസം കൊണ്ടുപോയി എന്നൊന്നും വരില്ല. പിറ്റേന്ന് അന്ന് തന്നെ ഇവിടെ അടക്കൊണ്ടിപ്പോന്ന് വെക്കും. ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിർത്താൻ കഴിയും. അതന്നെ അത് ഇവരുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് സംഭവിച്ചത്. അപ്പോൾ രക്ഷപ്പെട്ടത് ഇവരുള്ളതുകൊണ്ട് ഇത്തരം സംഘടനകളുള്ളതിൽ നമുക്ക് സന്തോഷം നടന്ന് കിട്ടിയില്ലേ കുറച്ച്. ഇതിന്റെ സെക്രട്ടറി ആരാ? സ്ത്രീകൾ ടീച്ചറും ബാലവയ്യെല്ലാം അല്ലേ? അവരൊക്കെ ഇവിടെ ജോലിയുള്ളവരായിട്ടല്ല. പാപ്പനശ്ശേരി ഒന്ന് കാട്ടാമ്പള്ളി അങ്ങനെയല്ല. അവരുടെ ഡെയിലി അല്ല, രാവിലെ പോയിട്ട് രാവിലെ 8 മണിയാകുമ്പോഴേക്ക് വരും, വൈകുന്നേരം പോവും. പിന്നെ അടുക്കളയിൽ രാത്രി നിൽക്കുന്ന ആളുണ്ട് ഫുള്ളായിട്ട്. അവരുടെ തന്നെ നിൽക്കലാണ്. ഭയങ്കര ത്യാഗം തന്നെ. രാത്രിയും ഭക്ഷണം എല്ലാം ഉണ്ടാകണ്ടേ. രാത്രി ഭക്ഷണം, ഉച്ചക്ക് ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കാൻ ആളാക്കിയിട്ട് തന്നെ ഉണ്ടാക്കലുണ്ട്. അതെല്ലാം തന്നെ ഹയർ. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇതെല്ലാം വെച്ചാൽ നമുക്ക് ഒന്നും കൊണ്ട് ഒരു വിഷമയില്ല. എല്ലാം നല്ലത് തന്നെ നമുക്ക്. അതെ, അതിനിപ്പോൾ അതാൻ പറഞ്ഞത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക. പിന്നെ ഇവർക്ക് വേണ്ടി ഇവർ ചെയ്യുന്ന ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവരും ഇത്രയും ത്യാഗം അനുഭവിക്കുന്നില്ലേ നമുക്ക് വേണ്ടി, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും. ഇപ്പം തന്നെ ടീച്ചർ എന്നെ മോളിൽ കോറല്ല കൈ പിടിച്ചിട്ടാണ് ഉണ്ടാക്കി തന്നല്ലേ. കേട്ടിട്ട് പറയണമെന്നിട്ട് പോയി. നിങ്ങളെ കാര്യങ്ങളൊന്നും അല്ല ഹയറാക്കട്ടെ. അത്രേ ഏതാനും ഇത്രയും സമയം നിങ്ങളോട് സഹകരിക്കാൻ പറ്റിയ സന്തോഷിക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. തൽക്കാലം നമുക്ക് ലോകത്ത് ധാരാളം വൃദ്ധസദനങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ അതുപോലെയുള്ള ഒരു വൃദ്ധസദനമല്ല നമ്മുടെ ഈ സ്ഥാപനം. ആരോരുമില്ലാത്ത മക്കളോ ഭർത്താവോ കുടുംബമോ വീടോ അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത തീർത്തും നിരാലംബരായ ആളുകളെയാണ് നാം ഈ സ്ഥാപനത്തിൽ സംരക്ഷിക്കുന്നത്.
നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്നൊരു സംരംഭമാണ്. ഈ 40 ഭാരവാഹികളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എല്ലാവരും സ്ത്രീകളാണ്. നമ്മുടെ നാട്ടിൽ ആരോരുമില്ലാത്ത അനാഥകളാണ്, അവർ അഗതികളാണ്. നമ്മുടെ മുന്നിൽ മക്കളുണ്ട്, അവരുടെ മുന്നിൽ മക്കളില്ല. ആ പ്രയാസം അവരെ അറിയിക്കാതെ നാം സംരക്ഷിക്കുന്ന ഒരു സംരംഭമാണ് അത്താണി. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ ജാതി മത ഭേദമന്യേ 30 അന്തേവാസികളാണുള്ളത്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു ഗൃഹാന്തരീക്ഷമാണ്. നമ്മുടെ മാതാക്കളെ പല സ്ഥാപനങ്ങളിലേക്ക് അയക്കുമ്പോൾ ഈ ഒരു പരീക്ഷണം നമുക്കും ഭാവിയിൽ വരാം എന്ന് കണ്ണു തുറപ്പിക്കുന്ന ഒരു സത്യം ഈ സ്ഥാപനം ലോകരുടെ മുന്നിൽ കാണിക്കുകയാണ്.